എങ്ങനെയാണ് നമ്മുടെ സന്തോഷം അതേപോലെ തന്നെ നിലനിർത്താൻ പറ്റും? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, സന്തോഷത്തോടു കൂടി തന്നെ ആവണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും പല സിറ്റുവേഷൻ നമ്മൾ സന്തോഷമില്ലാതായിട്ടും വരുന്നുണ്ടാവും. ഒരു വ്യക്തി സക്സസ്ഫുൾ ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നയിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും, അതിൽ നമ്മൾ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും. പലപ്പോഴും ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ടുകൾ പലരും പുറകോട്ട് വലിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ വിജയിക്കണം എന്ന് കരുതി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അവർ പുറകോട്ട് വലിക്കുന്നുണ്ടാവും. അത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കിയാൽ കാണാൻ പറ്റും പലപ്പോഴും പല ആഗ്രഹങ്ങളോടും കൂടി വരുന്നുണ്ടാവും. പക്ഷെ അവർ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പുറകോട്ട് പോയി നോക്കുന്ന സമയത്ത് അവരെ പുറകോട്ട് വലിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ടാവും. ഇഷ്ടംപോലെ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മളുടെ പഴയ ചില കാര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിച്ചു മാറ്റി നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അതിൽ നിന്ന് പുറകോട്ട് വരാൻ പറ്റും? പലപ്പോഴും ജീവിതത്തിൽ ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവും, നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിയത്തില്ല എന്താണ് ലൈഫിന്റെ പർപ്പസ്, എന്താണ്. ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലൈഫിൽ പല കാര്യങ്ങളുണ്ട്, ഇത് അറിയാമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ നോക്കി കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും ഉണ്ടാവും. ഏതൊരു സമയത്ത് എല്ലാം പലപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്ന കൂട്ടത്തിലാണ്. പല ആൾക്കാരും പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല കോഴ്സുകളും പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ഒരു മീഡിയോക്രിറ്റിയിൽ നിന്നിട്ട് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവും. മീഡിയോക്രിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ പർപ്പസ് തിരിച്ചറിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പർപ്പസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഭയങ്കര വലുതാണ്. പലപ്പോഴും പല ആൾക്കാരും ഡ്രീമൊക്കെ എഴുതി വെക്കാറ്, അവരെ സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കാറ്. ഈ എഴുതി വെച്ച സ്വപ്നങ്ങളെല്ലാം തന്നെ നേടിയതിനു ശേഷം ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനൊരു ആൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പർപ്പസ് എന്ന് വിളിക്കാം. എങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് മറികടക്കാൻ പറ്റും? ജീവിത ഉദ്ദേശം കണ്ടെത്താൻ പറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അദ്ദേഹം ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മളുടെ പാരമ്പര്യമൊക്കെ ഒരു ഘടകമായിട്ട് വരും. ഞാൻ പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവും. ഏതൊരു സമയത്തും നിങ്ങളുടെ ബ്രെയിന് നന്നായിട്ട് അറിയാവുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ ഏതൊക്കെ ലെവലിലേക്ക് പോകുന്ന സമയത്തും ഓരോ സിറ്റുവേഷനും അവിടെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതിനെ അധികരിച്ചിട്ടാണ് ഓരോ തവണയും ബ്രെയിൻ തീരുമാനം എടുക്കുന്നത്. നോർമലി നമ്മുടെ കൈയോ കാലോ അല്ലെന്നുണ്ടെങ്കിൽ മൂക്കോ ചെവിയോ പോലെ തന്നെ നമ്മുടെ ഒരു അവയവമായിട്ടുള്ള ബ്രെയിൻ ആണ് പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഈ കൺട്രോളിൽ നിന്ന് പുറത്തേട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ പറഞ്ഞ ബ്രെയിൻ നമ്മുടെ ഒരു അവയവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മീഡിയോക്രിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കണം. ജീവിതത്തില് നമ്മുടെ പർപ്പസ് എന്നത് തിരിച്ചറിയണം. നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളുടെ സക്സസിനെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങൾ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റും. ആ മീഡിയോക്രിറ്റിയിൽ നിന്ന് ഒന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഒരു ഇൻസഫിഷ്യന്റ് എഡ്യൂക്കേഷൻ ഇവിടെ വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ പോയി സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയും. പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അവിടെ വേണ്ട നോളജ്, സക്സസ്ഫുൾ ആവാൻ ആവശ്യമായിട്ടുള്ള ആ നോളജ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് പലപ്പോഴും നമുക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ട്, അത് ഇല്ലാന്ന് കാണാൻ പറ്റുന്നുണ്ട്. പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവര് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റുന്നു. അതെവിടെ ഓരോ സ്ഥലത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കതറിയാം, ഡിസിപ്ലിൻ ആവണം, ഡിസിപ്ലിൻ ആണെങ്കിൽ വിജയിക്കാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും പലപ്പോഴും അതിൻ്റെ അകത്ത് നമ്മൾ പുറത്തു പോകുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും? ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെയുള്ള ചില ധാരണകളാണ്. ഒരു ഇൽ ഹെൽത്ത് ഫീലിംഗ് പലപ്പോഴും അത് പല ആൾക്കാരെയും വല്ലാണ്ട് പുറകോട്ട് വലിക്കുന്നതാണ് ഇൽ ഹെൽത്ത് ഫീലിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ കരുതുന്നുണ്ടാവും എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഒരു ഏറ്റവും നല്ലത് ഇൽ ഹെൽത്ത് ഫീലിംഗിന് പുറത്തു നടക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ ബ്രെയിനെ ട്യൂൺ ചെയ്യേണ്ടത് ഗുഡ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അവിടെ ഡിസിപ്ലിന്റെ റോൾ വളരെ വലുതായിരിക്കും. ഇഷ്ടമുള്ള അതൊക്കെ കാണുന്നതൊക്കെ വാരിവലിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഹെൽത്ത് ഫീലിംഗ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഗുഡ് ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നുണ്ടാവും. ഇവിടെ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നുണ്ടാവും. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഇതൊക്കെ തന്നെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫേവറബിൾ അല്ലാത്ത ഒരു എൻവയോൺമെന്റ് തീർച്ചയായിട്ടും ഒരാളെ സക്സസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നോർമലി അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല, കഴിഞ്ഞു പോയതാണ്. അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും? ഇത് ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പല സമയത്തും പല വിജയങ്ങളും നിങ്ങളുടെ കപ്പിനും ചൂണ്ടിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കുറെ സ്റ്റോറീസ് ഉണ്ടാവും. ഇത് കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെയുള്ള എല്ലാ നിങ്ങളുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളും ബ്രെയിൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുന്ന സമയത്ത് അതിനെ അധികരിച്ചിട്ടാണ് ബ്രെയിൻ തീരുമാനം എടുക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക, അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും ഒരുപക്ഷെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യത്തിലേക്ക് ഇടപെട്ടതിന് ശേഷം അതിൽ വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമായിരിക്കും. നമ്മൾ പലപ്പോഴും ഇഷ്ടംപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഉണ്ടാവുക, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക, നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുക, വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണെന്നറിയാം, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും പല സമയത്തും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. സക്സസ് പ്രിൻസിപ്പിൾ അറിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല പലപ്പോഴും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച, കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഒരു എന്റർപ്രണർ ആവണമെന്നൊക്കെ കരുതി വിജയിക്കണം എന്ന് കരുതി വരുന്ന ആൾക്കാരൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെ വേണമെന്ന് പ്രത്യേകിച്ച് കോഴ്സിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു സജീവമായിട്ടുള്ള ഒരു ഗോൾ ഇല്ലാത്ത ആൾക്കാർക്കാണ് പലപ്പോഴും വിജയത്തിന് തടസ്സം ഉണ്ടാവുക. ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യം ഒരു ഘടകമാവും. ഒരു മീഡിയോക്രായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ബ്രെയിനിനുള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഈ പറഞ്ഞ സ്റ്റോറേജുകളാണ്. നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ബ്രെയിൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചലഞ്ചസ് ആണ്. എക്സസൈസ് ചെയ്യാൻ മടിയുള്ള, കാണുന്നതെല്ലാം തന്നെ ഭക്ഷണം കഴിക്കുന്ന എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി അല്ലാത്ത ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ തുടങ്ങേണ്ട ഏരിയ അവിടുന്ന് ഡിസിപ്ലിൻ എന്ന് പറയുന്ന, എന്നാൽ ഡിസിപ്ലിൻ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് പറയും. ഇപ്പോ ഇന്ന് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന സമയത്ത് എല്ലാ സക്സസ് പ്രിൻസിപ്പിളും നിങ്ങൾ പാലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ മാത്രമാണ് ഒരാൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ. ഒരു കാര്യം പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വിജയത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു, അത് റെഗുലർ ആയിട്ട് വിജയം എത്തുന്നത് വരെ ചെയ്യുന്ന ഒരാളാണ് വിജയത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും നിങ്ങളുടെ ബ്രെയിനുള്ളിലേക്ക് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർ ഫീഡ് ചെയ്തിട്ടുള്ള കുറെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനുള്ള കോഴ്സിന് പോയി ചേരാം, മോട്ടിവേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്യാം. എന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങളുടെ ഉള്ളിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ ബ്രെയിനിന്റെ കൺട്രോൾ തിരിച്ചെടുക്കുന്ന സമയത്ത് മാത്രമേ അതിൽ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്രെയിനിന്റെ മെക്കാനിസം നമ്മൾ പഠിക്കും. പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ന് നമുക്ക് കേരളത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇന്ത്യയിലെ വേൾഡിൽ ഇത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ സജീവ് നായരാണ്. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സക്സസിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നിന്റെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കുക. കാരണം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് പറയുന്നത്,
നിങ്ങളുടെ ബ്രെയിനോട് എന്താണ് സംവേദിക്കുന്നത് അതാണ് റിസൾട്ട് ആയിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു ദിവസം ബ്രെയിൻ നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഫയൽ ബൈ ഫയലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണോ കൂടുതലുള്ളത്, നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്നതാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ ആവുന്ന സ്റ്റോറേജ് ആണോ കൂടുതൽ, അതിന്റെ ആകെത്തുകയായിരിക്കും നിങ്ങൾ. വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ഡേ ടു ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും നമുക്ക് കാണാം വൈറ്റ് ബോർഡ് ടെക്നിക്കുകൾ ഫലവത്തായിട്ട് വരുന്നു. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എഴുതി വെക്കുകയും അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി ഉറങ്ങാൻ പോവുകയും ചെയ്യുന്ന സമയത്ത് മനഃപൂർവ്വം നിങ്ങളുടെ ബ്രെയിന് വേണ്ടിയിട്ട് നിങ്ങൾ സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പതുക്കെ പതുക്കെ നിങ്ങളുടെ മീഡിയോക്കർ ആയിട്ടുണ്ടായിരുന്ന, നിങ്ങളുടെ പാരമ്പര്യത്തിലൂടെ കിട്ടിയ ഫെയിലിയർ സ്റ്റോറീസിനെ ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും പാരമ്പര്യത്തിലൂടെ സക്സസ് സ്റ്റോറീസ് കിട്ടിയ ആൾക്കാർ ഫെയിലിയർ ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഫീഡിങ് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ പേഴ്സണാലിറ്റി തന്നെ നെഗറ്റീവായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏത് കാര്യത്തെയും ഏത് സാഹചര്യത്തിലെയും സമീപിക്കുന്നത് തന്നെ നെഗറ്റീവായിട്ടായി. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. ഒരു കൺട്രോൾഡ് ഫോം കുറവായിരിക്കും. ഏത് കാര്യത്തിലും ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാന്ന് പറയുന്നത്, ഇപ്പം എങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നേറുന്നു. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ മുന്നേറുന്ന സമയത്ത് ഒരാൾക്ക് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. ഒരു സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, ഒരു പലപ്പോഴും ഒരു അഭാവം നമ്മൾ കാണുന്നത് ഒരു ഇതില് പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഫിയർ അറിയാം. 6 ബേസിക് ഫിയറുകൾ. ഇത് കാര്യമായിട്ട് പുറകോട്ട് വലിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പിന്നൊരു അവസരത്തിൽ സംസാരിക്കാനുള്ളതാണ്. ബേസിക് ഫിയറിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ ഈ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ തെരഞ്ഞെടുപ്പുകൾ, പങ്കാളികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളും പലപ്പോഴും പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് സെക്കൻഡ് ചാൻസ് ഒന്നും ഉണ്ടാവില്ല. അതെങ്ങനെ നമ്മളുടെ ഫാമിലി ഗോളുമായിട്ടും സ്വന്തമായിട്ട് സക്സസ്ഫുൾ ആകുന്നതുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും സംഭവിക്കുന്ന ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നുണ്ടാവും. ആ സിറ്റുവേഷനെ പരിതപിച്ചുകൊണ്ടിരുന്നിട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എവിടെ എത്തണമെന്ന് തീരുമാനിക്കുക, അതിന് പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. പല കാര്യത്തിലും ഓവർ കോഷ്യസ് ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓവർ കോഷ്യസ് ആയിരിക്കുന്നു, അണ്ടർ കോഷ്യസ് ആയിരിക്കുന്നു, വളരെ സക്സസിനെ പുറകോട്ട് വലിക്കുന്ന കാര്യം. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന കുറച്ച് ഡിസിഷൻസ് എടുക്കും. ചില ആൾക്കാർ പോയിട്ട് റോങ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നടത്തുന്നത്. അത് കഴിഞ്ഞ് അതിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിങ്ങൾക്ക് എന്തുമാത്രം സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്ര സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു വെക്കേഷൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഓരോന്ന് ചിന്തിക്കണം, എങ്ങനെ ആയിരിക്കണം. എഫേർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ടാകുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ബോധ്യവാനായിട്ടുണ്ടാവും, ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ പ്രത്യേകിച്ച് പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഏതൊരു സമയത്തും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൂസിയാസം വളരെ ഇമ്പോർട്ടൻ്റ്. ഏത് കാര്യവും എന്തൂസിയാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. കാര്യവും വിജയത്തിലേക്ക് പോകുന്ന പല കാര്യവും ബാധ്യതയായിട്ട് മാറും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടത്തോടുകൂടി ചെയ്യുകയും
അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ നിങ്ങൾക്ക് പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ലോകം അറിയപ്പെടുന്ന ലെവലിലേക്കൊക്കെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാഷൻ ഇല്ലാതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നിങ്ങൾ എവിടെ എത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെടുത്ത് നോക്കിയാൽ അവരെല്ലാവരും തന്നെ അവർ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തിയിൽ പാഷനേറ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് സഹകരിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സക്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചില ഏരിയയിൽ നോക്കിയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രത്യേകിച്ച് ആർക്കും ഒരു ചാൻസും കൊടുക്കാതെയൊക്കെ അത് പക്ഷെ ഓഫീസിൽ നമ്മളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് സക്സസ് ഒന്നും ആവാൻ പറ്റില്ല. അവറേജ് നമുക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ശരിക്കും സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. നമ്മുടെ സ്വന്തമായിട്ട് ഇടേണ്ട എഫേർട്ടില്ലേ അത് നമ്മൾ തന്നെ ഇടണമെന്ന് മനസ്സിലാക്കുകയും പുറത്തുനിന്ന് ഒരാളും അതിനുവേണ്ടി വരത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത്. തീർച്ചയായിട്ടും കുറെ അധികം കാര്യങ്ങൾ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മൾ പിന്നീട് ഓരോന്നും വിശകലനം ചെയ്തിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരവധി സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല? ഇതായിരിക്കും നമ്മൾ ഇനി പിന്നീടുള്ള സമയത്ത് വിശകലനം ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ മനോഹരമായിട്ടൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.